സ്നേഹിതരെ, ഈ കാണുന്ന കുരിപ്പിനെ നോക്കി വെച്ചോളൂ. ഈ ആപ്പിളും കഴിക്കുന്ന കുരിപ്പ് യവൻ ഒരൊന്നൊന്നര കുരിപ്പാണ്. എന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഡോറിനടെ കൈകൊണ്ടിടൽ, അലമാരിക്കകത്ത് കൈകൊണ്ടിടൽ, വീഴൽ, സൈക്കിളിന് വിളികൾ തുടങ്ങിയവയാണ്. ഇത് ഈ കുരിപ്പിന്റെ അമ്മയാണ്. ഇത് മറ്റൊരു കുരിപ്പാണ്. ഈ രണ്ട് കുരിപ്പുകളെയും ഈ 3 കുരിപ്പുകളെയും കൊണ്ട് എൻ്റെ ഈ കുരിപ്പിലാണ് ഞാൻ ഇന്ന് പുറത്തു പോകുന്നത്. ഇത് എൻ്റെ സ്വന്തം കുരിപ്പാണ്. ഇതെൻ്റെ കുഞ്ഞ് ഓൾട്ടോ ചുണക്കുട്ടി പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്ന വൈദി? എന്തിനാ? കൈ കാണിച്ചെടുക്ക്. എന്തോ കണ്ട കൈയുണ്ടോ? മുറിവുണ്ടായിരുന്നു. അപ്പോൾ മുറിവ് വന്നിട്ട് ഏകദേശം കുറച്ച് ദിവസമായി. പക്ഷേ ഇതുവരെ ആ മുറിവ് പോയിട്ടില്ല. ഇതാണ് വിഷയം. അവര് മുറിവൊന്നും ഒരു വിഷയമല്ല. അവര് വിഷയം വിശക്കുന്ന ഭക്ഷണം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. പക്ഷെ പാവാണ്. എത്ര അടിയും കുത്തുമൊക്കെ കിട്ടി അല്ലേ? എത്ര പ്രാവശ്യം വീണിന്ന്? ഇന്ന് 2-3 പ്രാവശ്യം വീണില്ലേ? വീണോ വൈദിക്കേ? വൈദിക്ക് വീണു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അവനെ കൃത്യസമയത്ത് ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ പഴുപ്പൊക്കെ പോയി കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എന്താണ് എന്ന് നമുക്ക് കാണാം, അറിയാം അല്ലേ വൈദി? മാറുമല്ലേ വൈദി? പേടിയുണ്ടോ? ഇല്ല, അമ്മയുടെ ഗുഡ് ബോയ്, അമ്മയുടെ ബോയ് സ്ട്രോങ് ബോയ് ആണ് അല്ലേ വൈദി? സ്ട്രോങ് ബോയ്സിന് പേടി ഉണ്ടാവത്തില്ല. ഇല്ലല്ലോ. ഉണ്ടാവൂല. കാണുന്നു നമുക്ക് സിഗ്നൽ വന്ന് ഭാഗ്യത്തിൽ ജസ്റ്റ് സെക്കൻഡ് വാങ്ങിച്ചുതരാം. ജസ്റ്റ് സെക്കൻഡ് മാത്രമേ സിഗ്നൽ ഉണ്ടായിട്ടുള്ളൂ. നമുക്കങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. തിരക്ക് വരുന്നത് വളരെ കുറവാണ്. അതേ സമയത്ത് അപ്പുറത്തെ ഭാഗം നോക്കുമ്പോൾ വളരെ അധികം തിരക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. വൈദ്യുതിയുടെ ഭാഗ്യം, എൻ്റെ ഭാഗ്യം. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം പാപ്പം തരാം. അതിനെന്താ പോയിട്ട് പാപ്പം മതി. അന്നേ ഇവിടെ അമ്മയും പറഞ്ഞേ ഹോസ്പിറ്റലിൽ പോയിട്ട് പാപ്പം തിന്നാം. പിന്നെ പോയിട്ട് പാപ്പം അതിനെ അമ്മയും പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് പാപ്പം കഴിക്കാം. എന്താ പിന്നെ പോയിട്ട് പാപ്പല്ല പോയിട്ട് പാപ്പ ഇന്ന അതല്ലേ അമ്മയും പറഞ്ഞേ. അല്ല പാപ്പ നിന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് പാപ്പം തിന്നാ വേണ്ട. പിന്നെ പാപ്പല്ല. കൺഫ്യൂഷനായോ? മോൻ ഉദ്ദേശിച്ചത് പാപ്പം തിന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാനാണോ? പിന്നെ പാപ്പിക്കില്ല. അതിനെ പാപ്പം തിന്നിട്ട് ഹോസ്പിറ്റലിൽ പോണോ? ആദ്യം പാപ്പം കഴിക്കണോ? എന്താ വേണ്ടത് പറ. അങ്ങനെ ഫൈനലി പാപ്പം ഹോസ്പിറ്റലിൽ നിന്ന് യുദ്ധത്തിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസൈഡ് ചെയ്തിട്ടിതോ ഹോസ്പിറ്റലിൽ എത്താറായി. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. PRS ഹോസ്പിറ്റൽ, കീഴ്പ്പാലം. ഇതിൽ ഞങ്ങൾ ഇവിടെ എത്തി. ഞാൻ ഈ 3 കുറിപ്പുകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം. ഞങ്ങളുടെ ഇവിടെ കണ്ട എല്ലാ സ്നേഹിതർക്കും ഞങ്ങൾ 1000 നന്ദി.